Hello everyone, welcome to Competitive Cracker. അപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റ് കെമിസ്ട്രിയിലെ തിയററ്റിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ നമ്പർ ഓഫ് ഫണ്ടമെന്റൽ വൈബ്രേഷണൽ മോഡ്സ് ഓഫ് കാർബൺ ഡയോക്സൈഡ് അപ്പിയറിംഗ് കോമൺ ബോത്ത് ഇൻ ഇറ്റ്സ് IR ആൻഡ് രാമൻ സ്പെക്ട്ര ആർ. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളുടെ fundamental vibrational modes of carbon dioxide which is appearing common to both IR and Raman spectra. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ മോളിക്യൂൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട വേറൊരു പ്രത്യേകത എന്താണ്? ഇത് സെന്റർ ഓഫ് സിമെട്രി ഉള്ള ഒരു മോളിക്യൂൾ ആണ്. അപ്പം നമ്മൾ ഒരു സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇത് പറയുന്നത് എന്താണ്? ഒരു സെൻട്രോസിമെട്രിക് മോളിക്യൂളിനെ സംബന്ധിച്ച് രാമൻ ആക്റ്റീവ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത് IR ഇനാക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ IR ഇനാക്റ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻസ് രാമൻ ആക്റ്റീവും ആയിരിക്കും. അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഫണ്ടമെന്റൽ വൈബ്രേഷണൽ മോഡ്സ് ഓഫ് കാർബൺ ഡയോക്സൈഡ് അപ്പിയറിംഗ് കോമൺ ബോത്ത് ഇൻ IR ആൻഡ് രാമൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ ഏത് മോഡ് ഓഫ് വൈബ്രേഷൻ ആണ് കോമൺ ആയിട്ട്? നമുക്കറിയാം സിമെട്രിക് സ്ട്രെച്ച് ഉണ്ട്, അസിമെട്രിക് സ്ട്രെച്ച് ഉണ്ട്, ബെൻഡിങ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. ഇതിനകത്ത് ഏത് വൈബ്രേഷണൽ മോഡാണ് അല്ലെങ്കിൽ ഏത് വൈബ്രേഷണൽ മോഡാണ് IR-ഉം രാമനും ഒരുപോലെ കോമൺ ആയിട്ട് വരുന്നത്? അപ്പൊ നമ്മുടെ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് അങ്ങനെ കോമൺ ആയിട്ട് ഒരു വൈബ്രേഷൻസും വരത്തില്ല. കാര്യം ഇതൊരു സെൻട്രോസിമെട്രിക് ആയിട്ടുള്ള മോളിക്യൂൾ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ രാമൻ ആക്റ്റീവ് വൈബ്രേഷൻസ് IR ഇനാക്റ്റീവും തിരിച്ചുമായിരിക്കും. മനസ്സിലാകുന്നു? സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, 0 ആണ്. ദ നമ്പർ ഓഫ് ഫണ്ടമെന്റൽ വൈബ്രേഷണൽ മോഡ്സ് ഓഫ് കാർബൺ ഡയോക്സൈഡ് അപ്പിയറിംഗ് കോമൺ ബോത്ത് ഇൻ ഇറ്റ്സ് IR ആൻഡ് രാമൻ സ്പെക്ട്ര എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മളുടെ ക്യാരക്ടർ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാരക്ടർ ടേബിളിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ദ മുള്ളിക്കൻ നൊട്ടേഷൻ ഫോർ എ വൺ ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ ആന്റി സിമെട്രിക് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, സിമെട്രിക് ടു സെന്റർ ഓഫ് ഇൻവേർഷൻ ആൻഡ് ആന്റി സിമെട്രിക് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ പറഞ്ഞേക്കുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മുടെ മുള്ളിക്കൽ നൊട്ടേഷൻ ഏതാണ് അല്ലെങ്കിൽ മുള്ളിക്കൻ സിമ്പൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഒരു പർട്ടിക്കുലർ മുള്ളിക്കൻ നൊട്ടേഷൻ അതെന്ന് പറയുന്നത് വൺ ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ ആണ്. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇത് ആന്റി സിമെട്രിക് ടു പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. പ്രിൻസിപ്പൽ ആക്സിസിന് ആന്റി സിമെട്രിക് ആണ്. അതുപോലെ തന്നെ സിമെട്രിക് ടു സെന്റർ ഓഫ് ഇൻവേർഷൻ, സെന്റർ ഓഫ് ഇൻവേർഷന് സിമെട്രിക് ആണ്. അതുപോലെ തന്നെ ആന്റി സിമെട്രിക് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ നമുക്ക് തന്നേക്കുന്ന എന്താ? പ്രിൻസിപ്പൽ ആക്സിസ് ഒരു CN ആക്സിസ് ഉണ്ട്. ഈ CN ആക്സിസിന് എങ്ങനെയാണ്? ആന്റി സിമെട്രിക് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. പിന്നെ എന്ത് വരും? സിമെട്രിക് ടു സെന്റർ ഓഫ് ഇൻവേർഷൻ. സെന്റർ ഓഫ് ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ I ആണ്. Iക്ക് എന്തായിട്ട് വരികയാണ്? സിമെട്രിക് ആയിട്ട് വരികയാണ്. അതുപോലെ തന്നെ ആന്റി സിമെട്രിക് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിഗ്മ-H പ്ലെയിന് എങ്ങനെ വരുവാണ്? ആന്റി സിമെട്രിക് ആയിട്ട് വരുന്നു. അത് ഒരു വൺ ഡയമെൻഷണൽ മുള്ളിക്കൻ റൊട്ടേഷൻ ആണ് അല്ലെങ്കിൽ മുള്ളിക്കൻ നൊട്ടേഷൻ ആണ്. ഇതിനകത്ത് ഏതാണ് ആ മുള്ളിക്കൻ നൊട്ടേഷൻ ആണ്? അപ്പൊ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് ആന്റി സിമെട്രിക് ആയിട്ടുള്ള, ഇൻവേർഷൻ സെന്ററിന് സിമെട്രിക് ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എടുക്കുവാണെങ്കിൽ അതിന് ആന്റി സിമെട്രിക് ആയിട്ടുള്ള മുള്ളിക്കൻ നൊട്ടേഷൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേന് ചില റൂൾസ് അപ്ലൈ ചെയ്യാറുണ്ട്. കാര്യം ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യം, ഇപ്പൊ വൺ ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് മുള്ളിക്കൽ നൊട്ടേഷൻ ആയിട്ട് AO BO നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നു? ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് എന്താണ്? ആന്റി സിമെട്രിക് ആണ്. പ്രിൻസിപ്പൽ ആക്സിസിന് ആന്റി സിമെട്രിക് എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ മീനിങ്ങേ ഉള്ളൂ. അവിടുത്തെ നൊട്ടേഷൻ എന്താണ്? B ആണ്. അത് സിമെട്രിക് ആയിരുന്നെങ്കിൽ A ആണ്. ഇവിടെ ആന്റി സിമെട്രിക് ആയതുകൊണ്ട് B ആണ്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? സെന്റർ ഓഫ് ഇൻവേർഷന് സിമെട്രിക് ആണ്. സെന്റർ ഓഫ് ഇൻവേർഷന് സിമെട്രിക് ആണെങ്കിൽ നമ്മൾ സെന്റർ ഓഫ് ഇൻവേർഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നോക്കിക്കേ, നമ്മൾ GO
യു ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സിമെട്രിക് ആണെങ്കിൽ, സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു സെന്റർ ഓഫ് ഇൻവേർഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും, ജി എന്ന് പറയുന്ന ടേം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എങ്ങനെയാണ്, ആന്റി സിമെട്രിക് ആണ്. ആന്റി സിമെട്രിക് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ്, ഡബിൾ പ്രൈം ആണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലാകുന്നു? അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്, നമ്മളുടെ വൺ ടൈം, അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ത് വരും, ബി ജി ഡബിൾ പ്രൈം എന്നായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഈ റൂൾ ഒന്ന് കോമൺ ആയിട്ട് പഠിച്ചിട്ട് വരാം. കാര്യം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മളോട് ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ഒക്കെ തന്നിട്ട് അവിടെ നിന്ന് മുള്ളിക്കൻ നൊട്ടേഷൻസ്, ഇപ്പം ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ മാത്രം തരും. എന്നിട്ട് അത് ഏതാണെന്ന് മുള്ളിക്കൻ ടേംസ് എഴുതാനായിട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കേ, വൺ ഡയമെൻഷണൽ മുള്ളിക്കൻ റെപ്രസെന്റേഷൻ ആണെങ്കിൽ, അത് വൺ ഡയമെൻഷണൽ ആണെങ്കിൽ അത് എയോ ബിയോ ആയിരിക്കും. ഇനി 2 ഡയമെൻഷനൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഇ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഐഡന്റിറ്റിയുമായിട്ട് ഇതിനെ എന്താണ്, മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി 3 ഡയമെൻഷനൽ ആണെങ്കിൽ നമ്മൾ അവിടെ ടി എന്ന് പറയുന്ന ടേം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 1 ഡയമെൻഷണൽ മുള്ളിക്കൻ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വി ക്യാൻ യൂസ് എയ്തർ എ ഓർ ബി. മനസ്സിലാവുന്നു? ഇനി നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. ഇപ്പൊ C2V പോയിന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, C2 ആക്സിസ് ആണ്. ആ C2 ആക്സിസിന് സിമെട്രിക് ആയിട്ട് വരുവാണ്. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് അവിടെ എ എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യാം. ഇനി ബി ആണെങ്കിലോ, ബി ആണെങ്കിൽ ആന്റി സിമെട്രിക് ആണ്. നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് ആന്റി സിമെട്രിക് ആയിട്ടാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്തായിരിക്കും, ബി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ ജിയും യു യൂസ് ചെയ്യുന്നത്, നമ്മുടെ സെന്റർ ഓഫ് ഇൻവേർഷൻ. ഇപ്പൊ C2V പോയിന്റ് ഗ്രൂപ്പ് എടുക്കുവാണെങ്കിൽ അവിടെ നമ്മൾ ജിയും യു ഒന്നും യൂസ് ചെയ്യത്തില്ല. കാര്യം എന്താണ്, അവിടെ ഐ എന്ന് പറയുന്ന ഒരു സിമെട്രി ഓപ്പറേഷൻ ഇല്ല. സെന്റർ ഓഫ് ഇൻവേർഷൻ ഉള്ള മോളിക്യൂൾ അല്ല C2V പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിൽ വരുന്ന C2V പോയിന്റ് ഗ്രൂപ്പിൽ വരുന്ന മോളിക്യൂൾസിലൊന്നും ഐ എന്ന് പറയുന്നത് ഇല്ല. അപ്പം ജിയോ യുവോ യൂസ് ചെയ്യുന്നത് നമ്മളുടെ സെന്റർ ഓഫ് ഇൻവേർഷൻ ഉള്ള മോളിക്യൂളിലാണ്. അപ്പം ഐ എന്ന് പറയുന്നത് സിമെട്രിക് ആയിട്ട് വരുവാണെങ്കിൽ അവിടെ നമ്മൾ ജെറേഡ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യും. ഇനി ഇവിടെ ഐ എന്ന് പറയുന്നത് ആന്റി സിമെട്രിക് ആയിട്ട് വരുവാണ്. അതായത് -1 വാല്യൂസ് ഒക്കെ വരുവാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്തായിരിക്കും, യു എന്ന് പറയുന്ന ടേം, അതായത് അൺജെറേഡ് ടേം യൂസ് ചെയ്യും. ഇനി നമ്മൾ സബ്സ്ക്രിപ്റ്റുകൾ യൂസ് ചെയ്യുന്നത് നോക്കിക്കേ, സബ്സ്ക്രിപ്റ്റിലല്ല, സൂപ്പർ സ്ക്രിപ്റ്റുകൾ, അതായത് 1 പ്രൈമും ഡബിൾ പ്രൈമും. സിംഗിൾ പ്രൈമും ഡബിൾ പ്രൈമും എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സിംഗിൾ പ്രൈം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ, സിഗ്മ എച്ച് പ്ലെയിൻ ഇല്ലേ, നമ്മുടെ C2V പോയിന്റ് ഗ്രൂപ്പ് എടുക്കുവാണെങ്കിൽ അവിടെ സിഗ്മ എച്ച് പ്ലെയിൻ ഉണ്ടോ, ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ പ്രൈമും ഡബിൾ പ്രൈമും ഒന്നും അവിടെ യൂസ് ചെയ്യാത്തത്. മനസ്സിലാവുന്നു? അപ്പം സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ, സിഗ്മ എച്ച് സിമെട്രിക് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ അവിടെ സിംഗിൾ പ്രൈം യൂസ് ചെയ്യും. സിഗ്മ എച്ചിന് ആന്റി സിമെട്രിക് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ അവിടെ ഡബിൾ പ്രൈം യൂസ് ചെയ്യും. ഇതാണ് നമ്മളുടെ കോമൺ ആയിട്ടുള്ള റൂളുകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? അപ്പൊ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്, ദ മുള്ളിക്കൻ നൊട്ടേഷൻ. ആ പർട്ടിക്കുലർ മുള്ളിക്കൻ നൊട്ടേഷൻ എന്ന് പറയുന്നത് 1 ഡയമെൻഷണൽ റെപ്രസെന്റേഷൻ ആണ്. സോ വി ക്യാൻ യൂസ് എയ്തർ എ ഓർ ബി. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്, ആന്റി സിമെട്രിക് ടു പ്രിൻസിപ്പൽ ആക്സിസ്. സിമെട്രിക് ആയിരുന്നെങ്കിൽ നമുക്ക് എ യൂസ് ചെയ്യായിരുന്നു. ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് ആന്റി സിമെട്രിക് ആയിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ ബി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യും. സെന്റർ ഓഫ് ഇൻവേർഷൻ എന്തായിട്ട് വരികയാണ്, സിമെട്രിക് ആയിട്ട് വരികയാണ്. സെന്റർ ഓഫ് ഇൻവേർഷൻ സിമെട്രിക് ആയിട്ട് വന്നാൽ അവിടെ നമ്മൾ ജെറൈഡ് ടേം യൂസ് ചെയ്യും. ആന്റി സിമെട്രിക് ആണെങ്കിൽ അൺജെറൈഡ് ടേം യൂസ് ചെയ്യും. പിന്നെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എടുക്കുവാണെങ്കിൽ അതിന് ആന്റി സിമെട്രിക് ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഡബിൾ പ്രൈം യൂസ് ചെയ്യും. അതായത് ബി ജി ഡബിൾ പ്രൈം. ഇതാണ് നമ്മളുടെ മുള്ളിക്കൻ നൊട്ടേഷൻ ഈ പറഞ്ഞേക്കുന്ന പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ആ റൂള് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഇൻ എഫ് ഓർബിറ്റൽ ഈസ്. നമ്മളുടെ എഫ് ഓർബിറ്റലിന്റെ ആംഗുലർ മൊമെന്റം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, √L × L+1 × h/2π ആണ് നമ്മളുടെ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എഫ് ഓർബിറ്റലിന്റെ കേസിലുള്ള ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. എഫ് ഓർബിറ്റലിന്റെ കേസിൽ നമ്മളുടെ എൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 3 വരും. നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊള്ളുക.
എല്ലിന്റെ വാല്യൂ. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെയാണ് നമ്മൾ എൽ എന്ന് പറയുന്നത്. എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് എസ് ഓർബിറ്റിലാണ്. എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് പി ഓർബിറ്റിലാണ്. എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ അത് ഡി ഓർബിറ്റിലാണ്. എല്ലിന്റെ വാല്യൂ 3 ആണെങ്കിൽ അത് എഫ് ഓർബിറ്റിലാണ്. മനസ്സിലാവുന്നു? അപ്പൊ നമ്മളിവിടെ എഫ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എൽ വാല്യൂ 3 വരും. അപ്പൊ നമ്മളുടെ ആംഗുലാർ മൊമെന്റം എങ്ങനെ വരും? റൂട്ട് ഓഫ് എല്ലിന്റെ വാല്യൂ 3 ആണ്. 3 × 3 + 1 അതായത് 4 × h/2π എന്ന് പറഞ്ഞു വരും. അതായത് നമ്മുടെ ആൻസർ എന്ത് വരും? റൂട്ട് ഓഫ് 12 × h/2π എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ വരും. മനസ്സിലാവുന്നു? ഇതാണ് നമ്മളുടെ ആംഗുലാർ മൊമെന്റം എഫ് ഓർബിറ്റ്. അപ്പൊ നമ്മൾ ആകെ പഠിക്കേണ്ടത് ഈക്വേഷൻ ആണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ഷെല്ലിൽ തന്നിരുന്നാൽ അതിന്റെ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ നോക്കിയിട്ടാണ്. എങ്ങനെയാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ട് നമ്മൾ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കുന്നത്? ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കാം. റൂട്ട് ഓഫ് എൽ × എൽ + 1 × h/2π. ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. അപ്പൊ നമ്മളുടെ സെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെയധികം നമ്മൾ MSc ലെവലിൽ പഠിക്കേണ്ട ഒരു എക്സാം ആണ്. അപ്പൊ നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ സെറ്റ് അസ്ട്ര ടീം പുതിയൊരു ബാച്ച്, ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 6 മാസം കൊണ്ട് നിങ്ങൾക്ക് സെറ്റിന്റെ സിലബസ് കവർ ചെയ്ത് പഠിക്കാവുന്ന രീതിയിലുള്ള ഒരു ബാച്ചാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ റെക്കോർഡഡ് ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒന്നും ഇല്ലാന്ന്. നമ്മൾ ലൈവില് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് സംശയമുള്ള ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതായത് നമ്മളുടെ സെറ്റിന്റെയും നെറ്റിന്റെയും ജെയുടെയും എല്ലാം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ആയിരിക്കും ലൈവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് PDF നോട്ട്സ് എല്ലാം ഇതിൻ്റെ എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ഒരു 6 മാസം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് നേടാവുന്ന രീതിയിൽ, നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ലാത്ത എക്സാം ആണെങ്കിൽ പോലും വളരെയധികം വിജയ ശതമാനം കുറഞ്ഞൊരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ നന്നായി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളും ഈ ഒരു സെറ്റ് അസ്ട്ര 3.0യുടെ ഭാഗമാവുക. അപ്പോൾ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ നോക്കിക്കേ. എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ 3-dimensional ക്യൂബിക് ബോക്സ് ഓഫ് സൈഡ് ലെങ്ത് L is 14h² divided by 8ml². The degeneracy of the state is. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? നമ്മളുടെ 3-dimensional ക്യൂബിക് ബോക്സ്, പാർട്ടിക്കിൾ ഇൻ എ 3-dimensional ബോക്സ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. മനസ്സിലാവുന്നു? ദ എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ 3-dimensional ബോക്സ് ഓഫ് സൈഡ് ലെങ്ത് L is 14h² divided by 8ml². അപ്പൊ നമ്മളുടെ 3-dimensional ബോക്സിന്റെ എനർജി എങ്ങനെയാണ് വരുന്നത്? എനർജി ഓഫ് 3-dimensional ബോക്സ്, അതിന്റെ ഇക്വേഷൻ വരുന്നത് En = nx² + ny² + nz² divided by എങ്ങനെ വരും? 8m. ഇവിടെ നമുക്ക് L തന്നേക്കുന്നതുകൊണ്ട് നമ്മൾ L² എന്ന് എഴുതും × h². ഇതാണ് നമ്മളുടെ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് 3-dimensional ബോക്സ് ആയതുകൊണ്ട് തന്നെ nx² + ny² + nz² divided by 8ml². കാര്യം നമുക്ക് സൈഡ് ലെങ്ത് L എന്ന് തന്നുകൊണ്ട് നമ്മൾ L എടുക്കുക. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്ത് A എന്ന് പറയുന്ന ടേം ആണ് × h². അതിന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 14h² divided by 8ml² എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഈ ടേംസിന്റെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിന്റെ ഡീജനറസി എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഡീജനറസി എന്ന് പറഞ്ഞാൽ ഇവിടെ nxഉം nyഉം nzഉം ഏതൊക്കെ വാല്യൂസ് അഡോപ്റ്റ് ചെയ്യും, അങ്ങനത്തെ എത്ര വാല്യൂസ് പോസിബിൾ ആണ്, അതല്ലേ ഡീജനറസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നോക്കിക്കേ, നമുക്ക് എന്ത് എഴുതാം? h² കട്ട് ചെയ്ത് പോവാം, 8ml² കട്ട് ചെയ്ത് പോവാം, 8ml² കട്ട് ചെയ്ത് പോവാം. അപ്പൊ എങ്ങനെ വരും? nx² + ny² + nz² എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞു വരും? 14 എന്ന് പറഞ്ഞു വരും അല്ലേ? അപ്പൊ നമുക്ക് എന്തൊക്കെ വാല്യൂസ് ഇവിടെ കൊടുക്കാം? എന്നിന്റെ വാല്യൂസ് 1, 2, 3 കൊടുത്തു നോക്കുക. ഒന്ന് കൊടുത്തു നോക്കിക്കേ. 3യുടെ സ്ക്വയർ 9, 1ന്റെ സ്ക്വയർ 1, അപ്പൊ 9 + 1 10 + 2ന്റെ സ്ക്വയർ 4, അപ്പൊ 14 വരും. അപ്പൊ ഈ nx 1, ny 2, nz 3, ഇവിടെ ഏതൊക്കെ ടൈപ്പ് അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്? നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം. അടുത്ത അറേഞ്ച്മെന്റ് എങ്ങനെ വരും? 1, 3, 2 എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം. പിന്നെ വരുന്ന എന്താണ്? 2, 3, 2 എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം. പിന്നെ എങ്ങനെ വരും?
2 3 1. പിന്നെ അതേപോലെ തന്നെ 2 1 3 1 വെച്ച് അറേഞ്ച് ചെയ്യാം. പിന്നെ എങ്ങനെയാണ് 3 2 1 പോസിബിൾ ആണ്. അതേപോലെ തന്നെ 3 1 2 പോസിബിൾ ആണ്. ഇങ്ങനെ 6 പോസിബിൾ അറേഞ്ച്മെന്റ് അല്ലേ ഉള്ളൂ. കാര്യം വേറെ ഏത് നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്താലും ഇതിനൊരു റെപ്പീറ്റേഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് NXനും NYക്കും NZനും ഈ 3 വാല്യൂസ് ഡിഫറെന്റ് രീതിയിൽ അറേഞ്ച് ചെയ്താൽ ഇങ്ങനെയുള്ള 6 അറേഞ്ച്മെന്റ് ആണ് പോസിബിൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പെർട്ടിക്കുലർ സ്റ്റേറ്റിന്റെ ഡീജനറസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C 6 ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ വാല്യൂസ് കണ്ടുപിടിക്കുക, ഏതൊക്കെ പോസിബിൾ അറേഞ്ച്മെന്റ് പോസിബിൾ ആണെന്ന് കണ്ടുപിടിക്കുക. മനസ്സിലാവുന്നു? അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു, അവിടെ നിന്ന് NXന്റെയും NYയുടെയും NZന്റെയും വാല്യൂസ് കണ്ടുപിടിക്കുന്നു, പോസിബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് നോക്കുന്നു, ഡീജനറസി കണ്ടുപിടിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടെയും അതേപോലെ തന്നെ നമ്മളുടെ രാമൻ ആൻഡ് IR സ്പെക്ട്രവുമായിട്ട് ബന്ധപ്പെട്ട് കാർബൺ മോണോക്സൈഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ നമുക്ക് 4 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, ദ അസിമെട്രിക് സ്ട്രെച്ചിങ് ഈസ് രാമൻ ഇനാക്റ്റീവ് ആൻഡ് IR ആക്റ്റീവ്. ബെൻഡിങ് വൈബ്രേഷൻ ഈസ് രാമൻ ആക്റ്റീവ് ആൻഡ് IR ഇനാക്റ്റീവ്. Symmetric stretching is Raman and IR inactive. Symmetric stretching and bending are both Raman and IR active. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം ഒരു ലീനിയർ മോളിക്യൂൾ ആണ്. ലീനിയർ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് 3n-5 ഫണ്ടമെന്റൽ വൈബ്രേഷൻസ് അല്ലേ അതിനകത്ത് വരുന്നത്. അതായത് 3 × 3 9 - 5 അതായത് 4 വരും അല്ലേ. അതിൽ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? നമുക്കറിയാം സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, അസിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, അതേപോലെ തന്നെ ബെൻഡിങ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു മോഡ്സ് ഓഫ് വൈബ്രേഷൻ എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേന് നമ്മൾ ഇങ്ങനെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലീനിയർ ആണ്, സെൻട്രോസിമെട്രിക് ആണ്. അപ്പൊ അങ്ങനെയുള്ള ലീനിയർ ആയിട്ടുള്ള സെൻട്രോസിമെട്രിക് മോളിക്യൂളിന്റെ കേസിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ ആണ്. അതായത് IR ആക്റ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻസ് ഈ മോളിക്യൂൾസുകളുടെ കേസിൽ ഒരിക്കലും രാമൻ ആക്റ്റീവ് ആവത്തില്ല, തിരിച്ചു നടക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ നോക്കിക്കേ. ബെൻഡിങ് വൈബ്രേഷൻ ഈസ് രാമൻ ആക്റ്റീവ് ആൻഡ് IR ഇനാക്റ്റീവ്, അതിന് ചിലപ്പോൾ പോസിബിലിറ്റി ഉണ്ട്. സിമെട്രിക് സ്ട്രെച്ചിങ് ഈസ് രാമൻ ആൻഡ് IR ഇനാക്റ്റീവ്, ഇതിന് പോസിബിലിറ്റി ഇല്ല. കാര്യം ഇപ്പൊ സിമെട്രിക് സ്ട്രെച്ചിങ് രാമൻ ആക്റ്റീവ് ആണെങ്കിൽ IR ഇനാക്റ്റീവ് ആയിരിക്കും, രണ്ടും ഒരേപോലെ ഇനാക്റ്റീവ് ആവില്ല. അടുത്ത നോക്കിക്കേ, സിമെട്രിക് സ്ട്രെച്ചിങ് ആൻഡ് ബെൻഡിങ് ബോത്ത് രാമൻ ആൻഡ് IR ആക്റ്റീവ്, രണ്ടും ഒരുപോലെ ആക്ടിവിറ്റി കാണിക്കത്തില്ല. സിമെട്രിക് സ്ട്രെച്ചിങ് ആൻഡ് ബെൻഡിങ് രണ്ടും എന്താണ്? ബോത്ത് രാമൻ ആൻഡ് IR ആക്റ്റീവ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനുള്ള പോസിബിലിറ്റി ഇല്ല. കാര്യം ഏതെങ്കിലും മോഡ്സ് ഓഫ് വൈബ്രേഷൻ രാമൻ ആക്റ്റീവ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? IR ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ പോസിബിലിറ്റി ഈ അസിമെട്രിക് സ്ട്രെച്ചിങ്ങിന്റെ കേസിലും ബെൻഡിങ്ങിന്റെ കേസിലും ആണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് അസിമെട്രിക് സ്ട്രെച്ചിങ് രാമൻ ഇനാക്റ്റീവും IR ആക്റ്റീവും ആണെന്നാണ്. ബെൻഡിങ് വൈബ്രേഷൻസ് രാമൻ ആക്റ്റീവും IR ഇനാക്റ്റീവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മോളിക്യൂള് IR സ്പെക്ട്രം തരണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? പെർമനന്റ് ഡൈപോൾ മൊമെന്റ് വേണം അല്ലെ. ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ അവിടെ ആ വൈബ്രേഷൻ ആ ഒരു മോളിക്യൂളിന്റെ കേസിൽ എന്താണ്? ഒരു ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ഉണ്ടാക്കണം. ഇനി നമ്മുടെ രാമൻ ആക്റ്റീവ് വൈബ്രേഷൻസിന്റെ കേസിൽ അവിടെ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി വന്നാൽ മതി. നമ്മുടെ ആ വൈബ്രേഷൻ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി കൊണ്ടുവരണം. അപ്പൊ നമുക്ക് ഇവരുടെ പല മോഡ്സ് ഓഫ് വൈബ്രേഷനിലോട്ടൊന്ന് പോവാം. ഇത് കണ്ടോ, നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇങ്ങനൊരു സിമെട്രിക് സ്ട്രെച്ചിങ് ഇതാ ഈ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് നടക്കുമ്പോഴത്തേന് അവിടെ എന്ത് സംഭവിക്കുവാണ്? അവിടെ പോളറൈസബിലിറ്റിക്ക് ചേഞ്ച് വരുന്നുണ്ട്. വൈബ്രേഷൻ നടക്കുമ്പോഴത്തേന് പോളറൈസബിലിറ്റി ചേഞ്ച് വരുന്നുണ്ട്. പോളറൈസബിലിറ്റി ചേഞ്ച് വന്നാൽ അതെന്തായിരിക്കും? രാമൻ ആക്റ്റീവ് ആയിരിക്കും. രാമൻ ആക്റ്റീവ് വൈബ്രേഷൻസ് എന്തായിരുന്നാലും എന്തായിരിക്കും? നമ്മളുടെ IR ഇനാക്റ്റീവ് ആയിരിക്കും. മനസ്സിലാവുന്നു? അതുകൊണ്ട് തന്നെ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് രാമൻ ആക്റ്റീവ് ആണ്, പക്ഷേ IR ഇനാക്റ്റീവ് ആണ്. ഇനി അസിമെട്രിക് സ്ട്രെച്ചിങ് എടുക്കുമ്പോഴത്തേന് ഇവിടുത്തെ പോളറൈസബിലിറ്റിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല, പക്ഷേ ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആണ്, രാമൻ ഇനാക്റ്റീവ് ആണ്. ഇനി ബെൻഡിങ് മോഡ് എടുത്താലും അവിടെയും പോളറൈസബിലിറ്റി അൺചേഞ്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് രാമൻ ഇനാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആയിട്ട് വരും. കാര്യം അവിടെ ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് വരുന്നുണ്ട്. സോ അത് ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തുവാ? ഈ സിമെട്രിക്കൽ സ്ട്രെച്ച് രാമൻ ആക്റ്റീവ് ആണ്. മനസ്സിലാവുന്നു? അസിമെട്രിക് സ്ട്രെച്ച് രാമൻ ഇനാക്റ്റീവ്, അതാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അസിമെട്രിക് സ്ട്രെച്ച് രാമൻ
ഇനാക്റ്റീവ് ആണ്, പക്ഷെ ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇൻഫ്രാറെഡ് ആക്റ്റീവ്. ബെൻഡിങ് ആണെങ്കിൽ എങ്ങനെയാണ്? ബെൻഡിങ് വൈബ്രേഷൻ നോക്കുമ്പോൾ അവിടെ രാമൻ ഇനാക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. രാമൻ ആക്റ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ശരിക്കും എന്താണ്? രാമൻ ഇനാക്ടിവിറ്റി ആണ് കാണിക്കുന്നത് ബെൻഡിങ് വൈബ്രേഷൻസ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇതൊക്കെ നമ്മൾ ഈ തിയററ്റിക്കൽ കെമിസ്ട്രിയുമായിട്ട് വരുന്ന വലിയ ബുദ്ധിമുട്ടില്ലാത്ത ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. സാധാരണ ക്വാണ്ടം മെക്കാനിക്സിന്റെയും ഗ്രൂപ്പ് തിയറിയുടെ ഒക്കെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പക്ഷേ ഇതിനെ ബേസ് ചെയ്തിട്ടും പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാവരും. എക്സാമിന്റെ ഡേറ്റ് ഒക്കെ എടുത്തിരിക്കുന്ന സമയമാണ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.